വ്യക്തിപരമായ ചില ദുഃഖങ്ങളിലൂടെ കടന്നു പോകുകയാണ് നടി അഞ്ജലി അമീർ. അടുത്തിടെയാണ് കാമുകൻ തന്നെ വഞ്ചിച്ചതിനെക്കുറിച്ച് അഞ്ജലി തുറന്നെഴുതിയത്. ഫോട്ടോ സഹിതമാണ് അഞ്ജലി അമീർ റസിൻ എന്ന വ്യക്തിയുമായി തനിക്കുണ്ടായിരുന്ന അടുപ്പത്തെക്കുറിച്ചും ഇയാൾ തന്നെ വിട്ടുപോയതിനെക്കുറിച്ചും തുറന്നെഴുതിയത്. തന്നെ ചതിച്ചെങ്കിലും ഇപ്പോഴും തനിക്ക് സ്നേഹമാണെന്നും അഞ്ജലി അമീർ കുറിച്ചു. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് അഞ്ജലി ഈ പോസ്റ്റ് നീക്കം ചെയ്തു. ഇപ്പോഴിതാ ഇയാളെക്കുറിച്ച് വീണ്ടും പരാമർശിച്ചിരിക്കുകയാണ് അഞ്ജലി. റസിൻ ആയി എന്നാണ് വിവാഹം, അല്ലെങ്കിൽ അവൻ വേറെ കെട്ടുമോ എന്ന ചോദ്യത്തിന് ഇൻസ്റ്റഗ്രാം സ്റ്റോറിയിൽ മറുപടി നൽകുകയായിരുന്നു അഞ്ജലി അമീർ. അവൻ ഫാമിലി പറയുന്ന ആളെ മാത്രമേ വിവാഹം ചെയ്യൂ. പല പ്രപ്പോസലുകളും വരുമ്പോൾ പെണ്ണിൻ്റെ വീട്ടുകാർ എന്നെ വിളിച്ചും ടെക്സ്റ്റ് ചെയ്തും സത്യാവസ്ഥ ചോദിക്കുന്നു. എനിക്കൊന്നേ പറയാനുള്ളൂ, എനിക്കെൻ്റെ ജീവൻ്റെ ജീവനാണവൻ. എന്നെ നിങ്ങൾ വിളിച്ച് വിഷമിപ്പിക്കരുത്. ഞാൻ എൻ്റെ മനസ്സിലുള്ളത് സോഷ്യൽ മീഡിയയിൽ പബ്ലിക്കായി ഇട്ടിട്ടുണ്ട് 1 വർഷം മുമ്പേ. ആ പെൺകുട്ടികളോട് നിങ്ങൾ എന്തിനാണ് മറ്റൊരാൾ ജീവനായി കാണുന്ന ആളെ അപഹരിക്കുന്നത്? നിങ്ങൾക്ക് മറ്റൊരാളെയും കിട്ടിയില്ലേ? മറ്റുള്ളവരുടെ ചട്ടിയിൽ കൈയിട്ട് വാരി തിന്ന് അവരുടെ എച്ചലാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ അങ്ങ് എടുത്തോളൂ. പക്ഷേ എൻ്റെ കണ്ണീരും ഞാനും വെറുതെ വിടില്ല. 7 ജന്മം കഴിഞ്ഞാലും. അഞ്ജലി അമീറിൻ്റെ മറുപടി ഇതായിരുന്നു. നേരത്തെ ഈ വ്യക്തിയെക്കുറിച്ച് അഞ്ജലി സോഷ്യൽ മീഡിയയിൽ കുറിച്ചിരുന്നു. എൻ്റെ ജീവിതത്തിൽ പലരും വന്നു പോയിട്ടുണ്ട്. അവർക്കൊന്നും കൊടുക്കാത്ത സ്ഥാനവും സ്നേഹവും നിനക്ക് തന്നിരുന്നു. ഇപ്പോൾ നിന്റെ ജീവിതം സുരക്ഷിതമാക്കാൻ എന്നെ വലിച്ചെറിഞ്ഞോടുന്ന ഓട്ടം നല്ലതല്ല. എല്ലാം അവസാനിപ്പിച്ച് ഞാൻ പോയപ്പോൾ വീണ്ടും മടങ്ങി വന്നത് നീയാണ്. പിന്നെയും ഞാൻ ചതിക്കപ്പെട്ടു. ഇനിയും നീ വന്നാൽ ഞാൻ വിശ്വസിക്കും. അത് വിഡ്ഢിയായതുകൊണ്ടല്ല, അത്രയും ഇഷ്ടപ്പെടുന്നത് കൊണ്ടാണെന്നാണ് അന്ന് അഞ്ജലി അമീർ തുറന്നു പറഞ്ഞത്. റസിൻ്റെ എല്ലാ താന്തോന്നിത്തരത്തിനും വളം വെച്ച് കൊടുക്കുന്ന വീട്ടുകാർ തന്നോട് നീതി കാണിക്കണമെന്നും അഞ്ജലി അമീർ ആവശ്യപ്പെട്ടിരുന്നു. പേരൻപ് എന്ന സിനിമയിൽ മമ്മൂട്ടിയുടെ നായികയായി അഭിനയിച്ച അഞ്ജലി അമീർ തെലുങ്ക് സിനിമകളിൽ ഉൾപ്പെടെ സാന്നിധ്യം അറിയിച്ചിട്ടുണ്ട്. ബിഗ് ബോസ് മലയാളം സീസൺ 1 അഞ്ജലി മത്സരാർത്ഥിയായി എത്തിയിരുന്നു. എന്നാൽ ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം ഷോയിൽ നിന്ന് പുറത്തു വന്നു.